അസ്സലാമലൈക്കും. ഇന്ന് ഡിന്നറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തന്തൂരി റൊട്ടിയും ഞാനൊക്കെ പോലെ ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ പൊറോട്ടനേക്കാളും സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ആ എള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ റെസിപ്പി എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ഈ ഒരു റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു നുള്ളി ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, ഇതൊരു നോർമൽ അളവാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഡോ ആക്കി, ഒരു മാവാക്കിയിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അധികം ടൈറ്റായി കുഴക്കേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഈ ഡോ ഇരിക്കുക. അപ്പോഴേ നമുക്കത് നല്ലവണ്ണം പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഞാനിവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുക. അധികം ടൈറ്റായി കുഴക്കാൻ വേണ്ടി പാടില്ല. ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഡോ റെഡിയായി വരുന്ന ടൈം കൊണ്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണേലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഇവിടെ യൂസ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം. അതിന് മുന്നേ ഒരു പ്ലേറ്റിലേക്ക് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറിന്ന് കുറച്ചെടുത്തിട്ട് തടവി കൊടുക്കാം. ഇനി നമുക്ക് ഡോ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണം. ഞാനിവിടെ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ പാനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഡോൻ്റെ അളവിന് വ്യത്യാസം വരുത്താം. എൻ്റെ കയ്യിലുള്ള പാന് ചെറുതായതുകൊണ്ട് ഞാൻ 3 ഈക്വൽ പാർട്സാണ് ആക്കുന്നത്. നിങ്ങളുടെ ഉള്ളത് വലിയ പാനാണെങ്കിൽ 2 ഈക്വൽ പാർട്സ് ആക്കിയാലും മതി. എന്നിട്ട് നല്ലവണ്ണം ഉരുട്ടിയെടുത്തിട്ട് ഒരു 10 മിനിറ്റ് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. 3 ബോൾസും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് കവർ ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ കൈവച്ച് തന്നെ മാക്സിമം നമുക്ക് വലിക്കാൻ പറ്റുന്ന രീതിയിൽ വലിച്ചിട്ട് പരത്തി കൊടുക്കുക. പരത്താൻ വേണ്ടി വേറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈവച്ച് തന്നെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആവും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും ബട്ടർ ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡും സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതിൻ്റെ മേലെയായിട്ട് കുറച്ച് എള്ള് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എള്ളിൻ്റെ ടേസ്റ്റാണ് വരിക. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ഈ പരത്തി വെച്ച മാവ് എടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് എള്ളിട്ട് കൊടുക്കാം.
അതിനുശേഷം നമുക്കിത് വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാകുമ്പോൾ കിട്ടുക. വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് മൈദപ്പൊടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ബോളാക്കിയിട്ട് മാറ്റണം. അതിനു വേണ്ടി സെൻറ്ററിലേക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ച് നല്ലവണ്ണം ഇങ്ങനെ ബോളാക്കി മാറ്റിയെടുക്കാം. വളരെ സിമ്പിളാണ്. കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നിയാലും പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അത്രയും ഈസിയാണ്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഫ്ലോർ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം അടച്ച് വെക്കാം. അങ്ങനെ എല്ലാ ബോൾസും തയ്യാറാക്കി എടുക്കണം. ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അധികം തിക്കാക്കിയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പാടില്ല. നല്ലോണം തിന്നായിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. പിന്നെ പരത്തുന്ന സമയത്ത് ഓട്ടകളൊന്നും വരാതെ ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് പറ്റുന്നത്ര വീതിയിൽ നമ്മൾ പരത്തിയെടുക്കാം. അപ്പോഴേ ആ ഒരു ലെയറായിട്ട് നമുക്ക് ഫോം ചെയ്ത് കിട്ടുള്ളൂ. എല്ലാ ബോൾസും റെഡി ആക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദപ്പൊടി വിതറിയിട്ട് അതിന് മേലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് കുറച്ച് ബട്ടറും കൂടി തേച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് അടച്ച് വെക്കുക. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ ബോൾസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ ആദ്യത്തേത് ഇങ്ങനെ ചെയ്തെടുക്കാം. നല്ലവണ്ണം പരത്തിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. അപ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് അനക്കി കൊടുക്കുകയെങ്കിലും വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഒരു കുറച്ച് സെക്കൻഡ്സ് മാത്രം വെച്ചിട്ട് പിന്നെ വീണ്ടും ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഏകദേശം കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 3 to 4 മിനിറ്റ്സ് വരെ ഉണ്ടാവും. 3 മിനിറ്റ്സ് മതിയാവും കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് ബട്ടർ ഇതിൻ്റെ മേലയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. രണ്ടാമത്തെ റൊട്ടി കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ പാൻ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. അധികം തിന്നാക്കി പരത്തേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഈ റൊട്ടി ഉണ്ടാവുക. നമ്മളെ തന്തൂരി റൊട്ടീൻ്റെ ഒക്കെ അത്ര തന്നെ ഇതിൻ്റെ തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്താൽ മതി. ഞാനിവിടെ 3 റൊട്ടിയും പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്.
നമുക്കിത് ഡിന്നറിന് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റൊട്ടിയാണ്. നമ്മൾ തന്തൂരി റൊട്ടിനേക്കാളൊക്കെ എനിക്കിത് ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാ നോൺ വെജ് ഐറ്റംസിൻ്റെ കൂടെയും ഈ ഒരു റൊട്ടി നല്ല കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ റൊട്ടി. പിന്നെ ഉള്ളിലൊക്കെ നല്ല ലെയർ ഉള്ളതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റോടെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു.